നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു നീഡ് തിയറി ഓഫ് മോട്ടിവേഷൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നീഡ്സ് റെപ്രസെന്റ്സ് ഡെഫിഷ്യൻസി നീഡ്? അഭിപ്രേരണയുടെ ആവശ്യകത സിദ്ധാന്തം അനുസരിച്ച് താഴെ പറയുന്നവയിൽ പോരായ്മ ആവശ്യം ഏതാണ്? ഓപ്ഷൻസ് എ കോഗ്നിറ്റീവ് നീഡ്, വൈജ്ഞാനികപരമായ ആവശ്യം. ബി എസ്തെറ്റിക് നീഡ്സ്, സൗന്ദര്യ ആസ്വാദനപരമായ ആവശ്യം. സി സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മ സാക്ഷാത്കാരം. ഡി സേഫ്റ്റി നീഡ്, സുരക്ഷിതത്വ ആവശ്യം. ആൻസർ ഡി സേഫ്റ്റി നീഡ്. 22ാമത്തെ ക്വസ്റ്റ്യൻ. The intellectual support given by a more intelligent person to his inferior is known as. കൂടുതൽ ബുദ്ധിമാനായ ഒരു വ്യക്തി തന്നേക്കാൾ താഴ്ന്ന ഭൗതിക നിലയിലുള്ള ഒരാൾക്ക് നൽകുന്ന പിന്തുണയെ അറിയപ്പെടുന്നത്. ഓപ്ഷൻസ് എ ഗൈഡൻസ്, മാർഗനിർദ്ദേശം. ബി ടീച്ചിങ്, അധ്യാപനം. സി ട്യൂട്ടോറിംഗ്. ഡി സ്കഫോൾഡിംഗ്. ആൻസർ ഡി സ്കഫോൾഡിംഗ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. Development of an individual occurs from near to far region. Which of the following principles of development explain this fact? ഒരു വ്യക്തിയുടെ വികാസം നടക്കുന്നത് അടുത്തു നിന്നും ദൂരേക്കാണ്. താഴെ പറയുന്ന ഏത് വികാസ നിയമമാണ് ഈ വസ്തുത ശരിവെക്കുന്നത്? ഓപ്ഷൻസ് എ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി, തുടർച്ചാ നിയമം. ബി പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, വ്യക്തി വ്യത്യാസ നിയമം. സി സെഫാലോ കോഡൽ പ്രിൻസിപ്പിൾ. ഡി പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ. ആൻസർ ഡി പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ വിൽ യു ഡീൽ വിത്ത് എ ചൈൽഡ് ഹു ഈസ് ഇൻഅറ്റന്റീവ് ഇൻ യുവർ ക്ലാസ്? അശ്രദ്ധാപരമായി ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഓപ്ഷൻസ് എ അവോയ്ഡ് ദ ചൈൽഡ്, കുട്ടിയെ അവഗണിക്കുക. ബി അലൗ ദ ചൈൽഡ് ടു സിറ്റ് ഇൻ ദ ഫ്രണ്ട് റോ, കുട്ടിയെ മുൻനിരയിൽ ഇരിക്കാൻ അനുവദിക്കുക. സി യൂസ് മാക്സിമം ലേണിംഗ് എയ്ഡ്സ് ഇൻ ദ ക്ലാസ് റൂം, പരമാവധി പഠന ഉപകരണങ്ങൾ ക്ലാസ്സിൽ ഉപയോഗിക്കുക. ഡി പ്രൊവൈഡ് ഡൈവേഴ്സ് ലേണിംഗ് സിറ്റുവേഷൻസ് ഇൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, ചെറിയ ഇടവേളകളിലൂടെ വൈവിധ്യമാർന്ന പഠന സാഹചര്യങ്ങൾ കൊടുക്കുക. ആൻസർ ഡി പ്രൊവൈഡ് ഡൈവേഴ്സ് ലേണിംഗ് സിറ്റുവേഷൻസ് ഇൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, ചെറിയ ഇടവേളകളിലൂടെ വൈവിധ്യമാർന്ന പഠന സാഹചര്യങ്ങൾ കൊടുക്കുക. 25ാമത്തെ ക്വസ്റ്റ്യൻ. Animal, a primary school child is having reading the deficiencies that hinders learning she is suffering from. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അനുമോൾക്ക് വായനാപരമായ ബുദ്ധിമുട്ടുകളും അതിനോട് അനുബന്ധിച്ചുള്ള പഠന പ്രശ്നങ്ങളുമുണ്ട്. അവൾ അനുഭവിക്കുന്നത്. ഓപ്ഷൻസ് എ ഡിസ്ലെക്സിയ, ബി ഡിസ്ഗ്രാഫിയ, ഡി ഡിസ്കാൽക്കുലിയ, ഡി ഡിസ്പെറാക്സിയ. ആൻസർ എ ഡിസ്ലെക്സിയ. 26ാമത്തെ ക്വസ്റ്റ്യൻ. ഹു എമംഗ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ഗെസ്റ്റാൾട്ട് തിയറി? താഴെ പറയുന്നവരിൽ സാമഗ്രവാദ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ആര്? ഓപ്ഷൻസ് എ ബി എഫ് സ്കിന്നർ, ബി മാക്സ് വെർത്തിമിയർ, സി കട്ട് കോഫ്ക, ഡി വോൾഫ് ഗ്യാങ് കോഹർ. ആൻസർ എ ബി എഫ് സ്കിന്നർ. 27ാമത്തെ ക്വസ്റ്റ്യൻ. എ സക്സസ്ഫുൾ ടീച്ചർ ഓൾവേസ് ട്രൈസ് ടു. വിജയിയായ ഒരു അധ്യാപകൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത്. ഓപ്ഷൻസ് എ ടീച്ച് വാട്ട് എവർ ഹി നോസ്, തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക. ബി ഡിപ്പെൻഡ് മോർ ഓൺ ടെക്നോളജിക്കൽ സപ്പോർട്ട്, സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കുക. സി ടീച്ച് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ നിലവാരമനുസരിച്ച് പഠിപ്പിക്കുക. ഡി കണ്ടക്ട് പീരിയോഡിക് ഇവാലുവേഷൻ ടു സ്റ്റുഡൻസ്, കുട്ടികൾക്ക് ക്രമമായി മൂല്യനിർണ്ണയം നടത്തുക. ആൻസർ സി ടീച്ച് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ നിലവാരമനുസരിച്ച് പഠിപ്പിക്കുക. 28ാമത്തെ ക്വസ്റ്റ്യൻ. ദ തിയറി ദാറ്റ് എംഫസൈസ് ദ സൈക്കോഡൈനാമിക്സ് ഓഫ് മൈൻഡ് ഡിറ്റർമൈൻ ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ഈസ് നോൺ ആസ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണയിക്കുന്നതിൽ മനസ്സിന്റെ സൈക്കോഡൈനാമിക്സിന് ഊന്നൽ നൽകുന്ന സിദ്ധാന്തം അറിയപ്പെടുന്നത്.
ഓപ്ഷൻസ് എ സൈക്കോ സോഷ്യൽ തിയറി, ബി സൈക്കോ ഡൈനാമിക് തിയറി, സി സൈക്കോ അനലിറ്റിക് തിയറി, ഡി ട്രൈറ്റ് തിയറി. ആൻസർ സി സൈക്കോ അനലിറ്റിക് തിയറി. 29ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജ് ഡസ് നോട്ട് കം അണ്ടർ കോൾബർഗ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോൾബർഗിന്റെ സന്മാർഗിക വികസിത ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ കൺവെൻഷനൽ വ്യവസ്ഥാപിത തലം, ബി പ്രീ കൺവെൻഷനൽ വ്യവസ്ഥാപിത പൂർവ്വതലം, സി പോസ്റ്റ് കൺവെൻഷനൽ വ്യവസ്ഥാപിതാനന്തര തലം, ഡി പ്രീ ഓപ്പറേഷണൽ മനോവ്യാപാര പൂർവ്വഘട്ടം. ആൻസർ ഡി പ്രീ ഓപ്പറേഷണൽ മനോവ്യാപാര പൂർവ്വഘട്ടം. 30ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോജക്റ്റീവ് ടെസ്റ്റ്? താഴെ പറയുന്നവയിൽ വിക്ഷേപണ തന്ത്രമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് വായു പൂരണ ശോധകം, ബി റോഷ സിംഗ്ബ്ലോട്ട് ടെസ്റ്റ്, സി സോഷ്യോമെട്രി സാമൂഹ്യമിതി, ഡി വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് പദപൂരണ ശോധകം. ആൻസർ സി സോഷ്യോമെട്രി സാമൂഹ്യമിതി. 31ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ബൈ വിച്ച് ചിൽഡ്രൻ ബിക്കം ഫങ്ഷനിങ് മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി? വ്യക്തിയെ സമൂഹത്തിലെ സ്വീകാര്യനും സജീവ പ്രവർത്തകനുമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡാഷ്. ഓപ്ഷൻസ് എ മെച്ചുറേഷൻ പരിപക്വത്വം, ബി സോഷ്യലൈസേഷൻ സാമൂഹികവൽക്കരണം, സി സാൻസ്ക്രിറ്റൈസേഷൻ വരേണ്യവൽക്കരണം, ഡി മോഡേണൈസേഷൻ നവീകരണം. ആൻസർ ബി സോഷ്യലൈസേഷൻ സാമൂഹികവൽക്കരണം. 32ാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഗോർഡൻ അൽപോർട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പേഴ്സണാലിറ്റി ട്രൈറ്റ്? അൽപോർട്ടിന്റെ വർഗീകരണം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് വ്യക്തിത്വ സ്വഭാവത്തിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻസ് എ കാർഡിനൽ ട്രൈറ്റ് പ്രമുഖ സവിശേഷതകൾ, ബി സെൻട്രൽ ട്രൈറ്റ് കേന്ദ്രീയ സവിശേഷതകൾ, സി സെക്കൻഡറി ട്രൈറ്റ് ദ്വിതീയ സവിശേഷതകൾ, ഡി സർഫസ് ട്രൈറ്റ് പ്രഭവ സവിശേഷതകൾ. ആൻസർ ഡി സർഫസ് ട്രൈറ്റ് പ്രഭവ സവിശേഷതകൾ. 33ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടേം വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ് ഈസ് ഡാഷ്. ചാലകശേഷി വികസനത്തിൽ ചലനക്ഷമത ശിരസിൽ നിന്നും പാദത്തിലേക്ക് എന്ന ദിശാപ്രവണത കാണിക്കുന്നു. ഈ വികസന പ്രവണതയാണ് ഡാഷ്. ഓപ്ഷൻസ് എ സെഫലോകോഡൽ, ബി സീക്വൻഷ്യാലിറ്റി ക്രമാനുസൃതം, സി ഡിഫറൻഷ്യാലിറ്റി വ്യത്യസ്തം, ഡി പ്രെഡിക്റ്റബിലിറ്റി പ്രവചനക്ഷമം. ആൻസർ എ സെഫലോകോഡൽ. 34ാമത്തെ ക്വസ്റ്റ്യൻ, എ ബേസിക് ഫോം ഓഫ് ലേണിംഗ് ഇൻ വിച്ച് ദ ലേണർ ഈസ് റിവാർഡഡ് വിത്ത് ഇൻസെന്റീവ്സ് ആസ് റീഇൻഫോഴ്സ്മെന്റ്. പഠിതാവിന് പ്രബലനം ചോദകമായി നൽകി പഠനത്തിന്റെ ആക്കം കൂട്ടുന്ന പഠനരീതി. ഓപ്ഷൻസ് എ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ശ്രമ പരാജയ സിദ്ധാന്തം, ബി ഇൻസൈറ്റ് ലേണിംഗ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം, സി ക്ലാസിക്കൽ കണ്ടീഷനിംഗ് പൗരാണിക അനുബന്ധ സിദ്ധാന്തം, ഡി ഓപ്പറന്റ് കണ്ടീഷനിംഗ് പ്രവർത്തനാനുബന്ധനം. ആൻസർ ഡി ഓപ്പറന്റ് കണ്ടീഷനിംഗ് പ്രവർത്തനാനുബന്ധനം. 35ാമത്തെ ക്വസ്റ്റ്യൻ, ദ തിയറി ഓഫ് യൂണിവേഴ്സൽ ഗ്രാമർ വാസ് പ്രൊപ്പോസ്ഡ് ബൈ. യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ വികസനത്തിൽ മുന്നോട്ട് വച്ചതാര്? ഓപ്ഷൻസ് എ റോജർ, ബി ബന്ദുര, സി മാസ്ലോ, ഡി ചോംസ്കി. ആൻസർ ഡി ചോംസ്കി. 36ാമത്തെ ക്വസ്റ്റ്യൻ, എ സ്ട്രാറ്റജി ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇൻ വിച്ച് സ്റ്റുഡൻസ് ടീം ടുഗദർ വർക്ക് ടു എക്സ്പ്ലോർ എ സിഗ്നിഫിക്കന്റ് പ്രോജക്ട്. കുട്ടികൾ ഒന്നിച്ച് സംഘമായി പ്രവർത്തിക്കുകയും പ്രോജക്ട് തയ്യാറാക്കുകയും ചെയ്യുന്ന പഠന ബോധന രീതിയാണ് ഡാഷ്. ഓപ്ഷൻസ് എ ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് വ്യക്തി കേന്ദ്രീകൃത പഠനം, ബി കോപ്പറേറ്റീവ് ലേണിംഗ് സഹകരണ പഠനം, സി സെമിനാർ പ്രസന്റേഷൻ സെമിനാർ അവതരണം, ഡി സോഷ്യൽ ഡ്രാമ സാമൂഹ്യ നാടകം. ആൻസർ ഡി കോപ്പറേറ്റീവ് ലേണിംഗ് സഹകരണ പഠനം. 37ാമത്തെ ക്വസ്റ്റ്യൻ, ഹു പ്രപ്പോസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റി? ഓപ്ഷൻസ് എ അബ്രഹാം മാസ്ലോ, ബി അൽപോർട്ട്, സി കാൾ റോജേഴ്സ്, ഡി ഐസ്നെക്. ആൻസർ
സി കാൾ റോജേഴ്സ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ അനിമൽ സൈഡ് ഓഫ് മാൻസ് നേച്ചർ അക്കോർഡിംഗ് ടു ജങ്സ് തിയറി. ഓപ്ഷൻസ് എ അനിമ, ബി അനിമസ്, സി പെർസോണ, ഡി ഷാഡോ. ആൻസർ ഡി ഷാഡോ. 39ാമത്തെ ക്വസ്റ്റ്യൻ. അസോസിയേഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ എ ബിഹേവിയർ ആൻഡ് എ കോൺസിക്വൻസ് ഫോർ ദാറ്റ് ബിഹേവിയർ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഡാഷ്. ഓപ്ഷൻസ് എ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ബി ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, സി ഇൻസൈറ്റ് ലേണിംഗ്, ഡി ഓപ്പറന്റ് കണ്ടീഷനിങ്. ആൻസർ ഡി ഓപ്പറന്റ് കണ്ടീഷനിങ്. 40ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ഈസ് ഡാഷ്. ഓപ്ഷൻസ് എ വെരിഫിക്കേഷൻ, ബി ഇൻക്യുബേഷൻ, സി പ്രിപ്പറേഷൻ, ഡി ഇവാലുവേഷൻ. ആൻസർ സി പ്രിപ്പറേഷൻ. 41ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടേം നീഡ് ഫോർ അച്ചീവ്മെന്റ് ഈസ് കോയിൻഡ് ബൈ. ഓപ്ഷൻസ് എ മക്ക്ലെലാൻഡ്, ബി കർട്ട് ലവിംഗ്, സി അബ്രഹാം മാസ്ലോ, ഡി ഹെൻറി മുറെ. ആൻസർ മക്ക്ലെലാൻഡ്. 42ാമത്തെ ക്വസ്റ്റ്യൻ. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രൊപ്പോസ്ഡ് ബൈ. ഓപ്ഷൻസ് എ NCTE, ബി MHRD, സി UGC, ഡി NCERT. ആൻസർ ഡി NCERT. 43ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ നെയിം ഹു പ്രൊപ്പോസ്ഡ് സൈക്കോ സോഷ്യൽ തിയറി. ഓപ്ഷൻസ് എ ബ്രൂണർ, ബി പിയാഷെ, സി എറിക് എറിക്സൺ, ഡി സ്കിന്നർ. ആൻസർ സി എറിക് എറിക്സൺ. 44ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബുക്ക് നെയ്മഡ് ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദ ചൈൽഡ് ഈസ് റിട്ടൺ ബൈ. ഓപ്ഷൻസ് എ നോം ചോസ്കി, ബി വൈഗോസ്കി, സി ജീൻ പിയാഷെ, ഡി സ്കിന്നർ. ആൻസർ സി ജീൻ പിയാഷെ. 45ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഓവറോൾ ചേഞ്ചസ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻസ് throughout their lifespan is referred as. Options A maturation, B motivation, C learning, D development. Answer D development. 46ാമത്തെ ക്വസ്റ്റ്യൻ. Select the person who stated adolescence is a period of stress and strain, storm and strife. Options A Elizabeth Harlock, B Erikson, C Piaget, D Stanley Hall. ആൻസർ ഡി സ്റ്റാൻലി ഹാൾ. 47ാമത്തെ ക്വസ്റ്റ്യൻ. ആസ് പെർ ദ NCF റെക്കമെൻഡേഷൻ ദ ടോട്ടൽ ടൈം ഫോർ ഹോംവർക്ക് ഈസ് ഡാഷ്. ഓപ്ഷൻസ് എ 4 hours, ബി 3 hours, സി 2 hours, ഡി 0 hour. ആൻസർ സി 2 hours. 48ാമത്തെ ക്വസ്റ്റ്യൻ. Running of words together is a speech defect known as dash. Options A lip sync, B slurring, C stammering, D stuttering. Answer A lip sync. 49ാമത്തെ ക്വസ്റ്റ്യൻ. Synectics is a technique designed for promoting dash. Options A creative students, B underachievers, C gifted students, D mentally challenged. ആൻസർ എ ക്രിയേറ്റീവ് സ്റ്റുഡൻസ്. 50ാമത്തെ ക്വസ്റ്റ്യൻ. ദ എബിലിറ്റി ടു തിങ്ക് അബൌട്ട് തിങ്കിങ് ഈസ് നോൺ ആസ് ഡാഷ്. ഓപ്ഷൻസ് എ സിസ്റ്റമാറ്റിക് തിങ്കിങ്, ബി മെറ്റാകോഗ്നിറ്റീവ് തിങ്കിങ്, സി അബ്സ്ട്രാക്ട് തിങ്കിങ്, ഡി ഇൻട്രോസ്പെക്ഷൻ. ആൻസർ ബി മെറ്റാകോഗ്നിറ്റീവ് തിങ്കിങ്. അപ്പൊ ഇത്രയുമാണ് ക്ലാസ് 2 അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം സൈക്കോളജി ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുവോ നമ്മൾ പഠിക്കുന്നുവോ അത്രയും നമ്മുടെ എക്സാം ഈസി ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാർ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ക്ലാസ് 1ന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ കൂട്ടുകാർ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നന്നായിട്ട് പഠിക്കുക, സൈക്കോളജിയുടെ മാർക്കൊന്നും കളയരുത്, ഫുൾ മാർക്ക് നമുക്ക് വാങ്ങണം. അപ്പൊ കൂട്ടുകാർക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.